വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചേന കൊണ്ടുള്ളൊരു വിഭവമാണ്. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ റെഡ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ ചേന ഫ്രൈക്ക് വേണ്ടിയിട്ട് നമുക്ക് പറമ്പിൽ നിന്ന് ഒരു ചേന എടുക്കാം. ചേന മുറിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ചേനയുടെ ചൊറിച്ചിലുണ്ടാവാതിരിക്കാനായിട്ട് അല്പസമയം മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇൻഗ്രീഡിയൻസ്: കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക്, മല്ലിയില, കായപ്പൊടി, കടുക്, 3 വറ്റൽമുളക്, ഒരു 15 അല്ലി വെളുത്തുള്ളി, ഒരു 2 ചെറിയ പീസ് ഇഞ്ചി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, വറുക്കാൻ ആവശ്യമായ എണ്ണയും വേപ്പിലയും. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പുമിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. നമ്മൾ ചെറുതായി അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേനയിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് പുരട്ടിയ ശേഷം 10 മിനിറ്റ് വയ്ക്കുക. ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേനയിട്ട് വറുത്ത് കോരി എടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചേന മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് 2ആയിട്ട് കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കറിവേപ്പിലയും ഒരു നുള്ള് കായപ്പൊടിയും ചേർത്ത് ഒന്നിളക്കിയെടുക്കുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേന ഫ്രൈ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഒരു തണ്ട് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ ചേന ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചൂടോടുകൂടി തന്നെ കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.